ഹായ് എവരിവൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നേന്ത്രപ്പഴവും മുട്ടയും ഒക്കെ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള കായ്പോളയുടെ റെസിപ്പിയുമായിട്ടാണ്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ, മാത്രമല്ല ഉണ്ടാക്കിയെടുക്കാനും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 3 മീഡിയം സൈസ് നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഈ 3 മീഡിയം സൈസ് പഴത്തിലേക്ക് ഞാൻ 4 മുട്ടയാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്നത് വലിയ പഴമാണെങ്കിൽ 4 മുട്ടയിലേക്ക് 2 വലിയ നേന്ത്രപ്പഴം മതിയാകും. ഇനി നമുക്ക് പഴം കുറച്ച് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ 3 പഴം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് നോക്കാം. ഞാനിവിടെ ഒരു പാന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണ്. നെയ്യ് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സും റൈസിൻസും ഒന്ന് ഇട്ട് വറുത്തെടുക്കുകയാണ്. ഇനി നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. ഇനി ഇതേ നെയ്യിലേക്ക് തന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്തിട്ടുള്ള നേന്ത്രപ്പഴം ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് ഉടഞ്ഞു പോകുന്നു വേണ്ട, എന്നാലും ഒന്ന് നെയ്യിൽ കിടന്നിട്ട് ഒന്ന് കളറ് മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. അപ്പോൾ ഇവിടെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് നോക്കാം. ഞാനിവിടെ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 4 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ഷുഗർ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഒരു 1/4 ടീസ്പൂണ് ഏലക്കാപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏലക്കാപ്പൊടി ഇല്ലെങ്കിൽ 2 ഏലക്ക ഇട്ട് കൊടുത്താലും മതി. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ മുട്ട അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ നെയ്യിൽ വഴറ്റിയെടുത്ത നേന്ത്രപ്പഴം കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള കാഷ്യൂ നട്ട്സ് റൈസിൻസും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ കായ്പോള ഉണ്ടാക്കുന്നത് കുറച്ച് കുഴിയുള്ള വട്ടം കുറവുള്ള ഒരു സോസ് പാനിലാണ്. അപ്പോൾ ഇതിൽ കുറച്ചൊരു സമയം പിടിക്കും, ഒരു 20 മിനിറ്റൊക്കെ പിടിക്കും. ഇനി നേരെ മറിച്ച് ഇതുപോലുള്ള സോസ് പാനിൽ ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ പെട്ടെന്ന് തന്നെ ആയി കിട്ടും. പക്ഷെ കട്ടി കുറവായിരിക്കും. ഇതിൽ നമുക്ക് കുറച്ചൊരു കട്ടിയിൽ കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ ഇതാണ് യൂസ് ചെയ്യണത്. അപ്പോൾ ഈ ഒരു പാനിൽ കുറച്ച് കട്ടിയിൽ ഒഴിക്കുന്നത് കൊണ്ട് തന്നെ സ്റ്റൗവിൽ നേരിട്ട് കുക്ക് ചെയ്യാൻ വെച്ചാൽ പെട്ടെന്ന് അടി പിടിക്കും, മുകൾ ഭാഗം വെന്ത് കിട്ടില്ല. അപ്പോൾ ഞാൻ ഈ ഒരു പാനിൽ ഒഴിച്ചിട്ട് താഴെ മറ്റൊരു സോസ് പാൻ വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. ഇതിലേക്ക് ഞാൻ കുറച്ച് നെയ്യൊന്ന് തടവി കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കായ്പോളയുടെ കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ചുവട്ടിലേക്ക് ഞാൻ മറ്റൊരു സോസ് പാൻ വെച്ച് കൊടുക്കുകയാണ്. ലോ ഫ്ലെയിമിലാണ് ഇത് ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഏകദേശം ഒരു 20 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് കുക്കായി കിട്ടും. പിന്നെ ഓരോരുത്തരുടെ തീരിനനുസരിച്ച് സമയത്തിന് വ്യത്യാസം വരാം. ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് തുറന്നു. ഇതിൻ്റെ മുകളിൽ കാഷ്യൂ നട്ട്സ് വെച്ചിട്ടൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് നിർബന്ധമല്ല, വേണമെങ്കിൽ ചെയ്താൽ മതി. അപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കായ്പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു സ്കിയർ വെച്ചിട്ട് കുത്തി നോക്കുകയാണ്. അപ്പോൾ നല്ല നീറ്റായിട്ട് വരികയാണെങ്കിൽ കുക്കായിട്ടുണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ ഇവിടെ നീറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗം ചെറുതായിട്ടൊരു പത പോലെയൊക്കെ ഇങ്ങനെ ഉണ്ടാവും, മുട്ടയൊക്കെ കൂട്ടിയതുകൊണ്ടാണ് അങ്ങനെ. ഇനി അങ്ങനെ വേണമെന്നുള്ളവർക്ക് അങ്ങനെ സെർവ് ചെയ്യാം. ഞാനിവിടെ താഴത്തെ പാനിലേക്ക് ഒന്ന് ചെറുതായിട്ട് കമിഴ്ത്തിയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പാനിൻ്റെ ചൂടിൽ കിടന്നിട്ട് ആ ഒരു ഭാഗം ഒന്ന് റെഡിയായി കിട്ടിക്കോളും. അപ്പോൾ ഞാനിത് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മുടെ കായ്പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ
എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ. അസ്സലാമു അലൈക്കും.